ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാൽ ഉള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. എന്താണേലും പെറ്റതല്ല, വള്ളി വിട്ടുണ്ടായതായിരിക്കും ഈ ജന്മം. പെറ്റതാവാൻ ചാൻസ് ഇല്ല. പെറ്റതാണെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം കാണിക്കും, ഒരിച്ചിരിയെങ്കിലും മനുഷ്യന്റെ സ്വഭാവം കാണിക്കും. അതല്ലാണ്ട് ഒരു ജന്തുവിൻ്റെ, ഒരു തീവ്ര ജന്തുവിൻ്റെ സ്വഭാവം കാണിക്കണമെങ്കിൽ വളി വിട്ടേണ്ടതായിരിക്കും. അമ്മ അറിയാണ്ട് എവിടെയോ വിട്ട വളിയിൽ നിന്ന് പൊട്ടി മുളച്ചിട്ടുള്ള ഒരു സാധനമായിരിക്കാനേ ചാൻസ് ഉള്ളൂ. ഇവനെപ്പോലത്തെ വിഷജന്തുക്കൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇമാതിരി സംസാരം സംസാരിക്കുമ്പോൾ അതിനെ കൈയടിച്ചിരിക്കുന്ന ഒരു കൂട്ടം മലങ്ങൾ ആ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, മലവാണങ്ങൾ ആ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതെന്താ മറ്റേ ഷവർമ്മ ജിഹാദാണോ അടുത്തത് നിങ്ങളെ പ്ലാൻ ചെയ്യടാ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. ഷവർമ്മ ജിഹാദ് എന്നോ ഷവായ ജിഹാദ് എന്നോ അൽഫാം ജിഹാദ് എന്നോ ഒക്കെ ചെയ്യേ. നമ്മുടെ മുസ്ലിം ആയിട്ടുള്ള അൽഫാം വന്നില്ല എന്നും പറഞ്ഞാൽ അവനെ അത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇതുണ്ടല്ലോ. അവനെപ്പോലത്തെ ജിഹാദികൾ, അവന്മാരൊക്കെയാടാ യഥാർത്ഥ ജിഹാദികൾ. നിങ്ങൾ ഷവർമ്മ ജിഹാദ് എന്നും അൽഫാം ജിഹാദ് എന്നും പറയടാ. ഒരു മുസ്ലിം പേര് അല്ലെങ്കിൽ ഒരു അറബിക് പേര് അവിടെ വന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ അങ്ങനെ ചൊറിച്ചിലാണ്, നിൻ്റെയൊക്കെ കുണ്ടിയിൽ പൊട്ടും കൃമി. അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ജന്തുവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഷവർമ്മ കഴിക്കുന്നത് ഹിന്ദുക്കൾ മാത്രം, വർമ്മമാർ മാത്രം. അവിടെ അവൻ കൊണ്ടുവന്ന ഒരു സവർണ വർമ്മനെ, അതാണ് ഷവർമ്മൻ്റെ പേരിൽ വർമ്മനെ കയറ്റി കഴിഞ്ഞാലേ കുറച്ചൊരു ബൂസ്റ്റ് കിട്ടുള്ളൂ അവിടെ, എരിവും പുകച്ചിലൊക്കെ കിട്ടണമെങ്കിൽ. അതാണ് നമ്മുടെ ഈ കൂട്ടരുടെ അവസ്ഥ. ഈ വൃത്തികെട്ട ജന്തുക്കളുടെ ചിന്താഗതി അവിടെ നിങ്ങൾ ആലോചിക്കണം. സുരേഷ് ഗോപി നായ്ക്ക് 40 വട്ടം വന്നിട്ട് എന്നെ അങ്ങോട്ട് ബ്രാഹ്മണനാക്കുമോ, എന്നെ അടുത്ത ജന്മത്തിൽ അങ്ങോട്ട് ഇറക്കുമോ എന്നും പറഞ്ഞ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം അവരുടെ ഉള്ളിലെ യഥാർത്ഥ ഒരു ജാതി വ്യവസ്ഥകൾ എത്രത്തോളം ഉണ്ട്. അതിൻ്റെ ഇടക്ക് മുസ്ലിമിനെയും അല്ലെങ്കിൽ അറബിക് ഫുഡിനെയും അറബിക് ജിഹാദിനെയും മറ്റതിനെയും മറച്ചതിനെയും കുത്തിക്കയറ്റി ഇവനൊക്കെ സുഖം കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് കൈയടിക്കുന്ന പരമസാധുക്കളായിട്ടുള്ള സംഖ്യകളെ നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. എന്തിൻ്റെ പേരിലാണ് ഇവൻ അവിടെ കൊണ്ട് അത് വെച്ചത്? ഷവർമ്മ എന്താണ് ഈ നാട്ടിലെ ഹിന്ദുക്കൾ മാത്രം കഴിച്ച് ഹിന്ദുക്കൾക്ക് മരിക്കാൻ വെച്ചിട്ടുള്ളൊരു ഫുഡ് മാത്രമാണത്? മുസ്ലിങ്ങൾ കഴിക്കാറില്ലേ? ഹിന്ദുക്കൾ മാത്രമേ കഴിക്കുന്നുള്ളൂ? ക്രിസ്ത്യാനികൾ കഴിക്കാറില്ലേ? നാട്ടിലെ സകലമായ ആൾക്കാരും കഴിക്കാറില്ലേ? നാട്ടിൽ വന്ന ബംഗാളികൾ പോലും കഴിക്കട ഷവർമ്മ. എടാ, കഴിക്കുന്ന ഫുഡിലൊന്നും മതം കുത്തിക്കയറ്റലടാ പരമജന്തുവേ. നീ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തിനാടാ നീ ഇവിടെ കൊണ്ട് ഇത് കുത്തിക്കയറ്റുന്നത്? നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് കള്ള് കുടിച്ചിട്ട്. അത് നിനക്കറിയോ? കള്ള് ഹറാമാണ് അങ്ങ് അറബി രാജ്യത്ത്. നീ ഇപ്പോൾ ഷവർമ്മൻ്റെ പേര് പറഞ്ഞോണ്ടാ. അറബി രാജ്യത്ത് കള്ള് ഹറാമാണ്, മുസ്ലിങ്ങൾക്ക് കള്ള് ഹറാമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന മത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കല്ലേ, അമൃതേ. കള്ള ഒഴിച്ചു കൊടുത്ത ആൾക്കാരെ കൊല്ലുന്നതിന് നീ എന്ത് ജിഹാദ് പറയും? കള്ള് ജിഹാദ്. എടാ ചിന്തിക്കടാ. ഇങ്ങനത്തെ കാര്യങ്ങളുള്ള നാട്ടിൽ ഒരു ഷവർമ്മൻ്റെ പേരിൽ ഈ ഒരു മതവിഭാഗത്തിനെ കുത്തി നോവിച്ച് അല്ലെങ്കിൽ അവന്മാർക്കിട്ട് പണി കൊടുക്കണം ജിഹാദിൻ്റെ പേരിലും ആ പേരിലും. അല്ലെങ്കിൽ അറബി ഫുഡ് കഴിച്ച് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മരിക്കുന്നത്, അതിലേറ്റവും കൂടുതൽ മരിക്കുന്നത് മുസ്ലിം അല്ല, മുഹമ്മദ് അല്ല, ആയിഷ അല്ല, തോമസ് അല്ല, നമ്മുടെ നാട്ടിലെ വർമ്മമാരാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ്. ഈ ചിന്താഗതി നിനക്കൊക്കെ എവിടുന്ന് വരും? നിൻ്റെയൊക്കെ മനസ്സിലുള്ള കാട്ടത്തീട്ട ചാണകത്തിൻ്റെ എഫക്റ്റ് അല്ലേ? നീയൊക്കെ രാവിലെ വീട്ടിൽ ചാണകമാണടാ വാരി നേരെ ആലയിലോട്ട് പോയി, പശുവിൻ്റെ ആലയിൽ പോയിട്ട് പച്ച ചാണകം വാരി വെച്ചിട്ടാണോ നിൻ്റെ തള്ളക്കും നിൻ്റെ തന്തക്കും നീ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും നിൻ്റെ മക്കൾക്കൊക്കെ വായിലോട്ട് ഉരുട്ടി കൊടുക്കുന്ന ചാണകവും അത് ഇറങ്ങിപ്പോകും പശുവിൻ്റെ മൂത്രമാണോ? അല്ലല്ലോ. നീ ഒന്ന് വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കും, നിൻ്റെ മക്കളും നിൻ്റെ മരുമക്കളും നിൻ്റെ കുടുംബക്കാരും നിൻ്റെ കാരണവന്മാരും ഷവർമ്മ കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഒന്നും വേണ്ട, നീയെങ്കിലും ഒരു ഷവർമ്മയുടെ ഒരു കടിയെങ്കിലും കഴിക്കാണ്ടിരുന്നിട്ടുണ്ടാ. നീയൊക്കെ ഇവിടെ കിടന്ന് ചലച്ചിട്ട് അവിടെ നേരെ ഇറങ്ങിപ്പോയി ഷവർമ്മ ആയിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ ബീഫ് ഒലത്തിയതായിരിക്കും നിങ്ങൾ കഴിക്കുന്നത്, ഉള്ളീൻ്റെ പേരിലും ഉള്ളിക്കറിയുടെ പേരിലും. ചിക്കനും പോർക്കുണ്ട്, ചിക്കനും ബീഫും മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെയൊക്കെ പേരിൽ നീയൊക്കെ കഴിച്ചു കൂട്ടുന്നത് ഈ ഫുഡുകളൊക്കെ തന്നെയല്ലേ? എന്നിട്ട് എന്തിനാണ് ഇവിടെ ഈ ഒരു മുസ്ലിമിൻ്റെ പേരും അല്ലെങ്കിൽ അറബിക് പേരും ഇങ്ങനെ കൊണ്ടുവന്ന് ഈ നാട്ടിലെ ആൾക്കാരെ എന്തിനാടാ നീയൊക്കെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഷവർമ്മ കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല,
ഹിന്ദുക്കളും ഹിന്ദുക്കളുടെ ഹോട്ടലുകളും ക്രിസ്ത്യാനികളുടെ ഹോട്ടലുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഫുഡ് എല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡ് മാത്രമാണെടാ പണമേ. ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ മതം കുത്തിക്കയറ്റാണ്ടിരിക്കും. ഇവൻ്റെ ഒക്കെ എതിരെ ഇത്രയും പച്ചക്ക് വന്നിട്ട് വർഗീയത, ഒരു ഫുഡിൻ്റെ പേരിൽ വർഗീയത പറഞ്ഞ ഇവൻ്റെ ഒക്കെ പേരിലല്ലേ കേസെടുക്കേണ്ടത്? ബീഫ് കൊണ്ടുപോയാൽ പ്രശ്നം, ബീഫ് കഴിച്ചാൽ പ്രശ്നം, ബീഫ് കൊണ്ട് വീടിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ബുൾട്ടോസർ വെച്ച് വീട് പൊളിക്കുന്ന നാട് അങ്ങ് ഊപ്പി, മഹാരാഷ്ട്ര, ഇവിടൊക്കെ നാട്. ആ രാജ്യത്തൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഷവർമ കഴിച്ച് വർമ്മ ചത്തു എന്ന് പറയാൻ നാണമില്ലടാ നാറി നിനക്കൊന്നും. ഏത് വഴിയിലാണോ നീയൊക്കെ ഉണ്ടായത്? ആ ഇട്ട വഴി ആ അമ്മക്കൊന്ന് കുറച്ച് നേരം ഒന്ന് പിടിച്ചു വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ വഴി വിടാൻ നീ ഇപ്പം ഉണ്ടാവുമായിരുന്നു. എന്തിൻ്റെ പേരിലാണ് നിങ്ങളൊക്കെ നാടിനെങ്ങനെ കുട്ടിച്ചോറാക്കുന്നത്? ഈ നാട്ടിലെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും നല്ല രീതിയിൽ ജീവിച്ചോട്ടെ. നിന്നെപ്പോലത്തെ കഷായങ്ങളാണ് ഏറ്റവും കൂടുതൽ ആദ്യം നമ്മുടെ നാടിന് അടിച്ചോടിക്കേണ്ടത്. എങ്കിൽ തന്നെ ഈ നാട് നന്നാവും, ഇന്ത്യ നന്നാവും. അതല്ലെങ്കിൽ നിന്നെപ്പോലത്തെ വിഷങ്ങൾ, അത് ഷവർമ വിഷമായിക്കോട്ടെ, ബീഫ് വിഷമായിക്കോട്ടെ, എന്ത് സാമ്പാർ വിഷമാണെങ്കിലും വേണ്ടില്ല, നീയൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ കിടന്ന് ചാവണ നേരത്തുണ്ടല്ലോ പച്ചവെള്ളം കിട്ടാണ്ട് നീയൊക്കെ കിടന്നരകിച്ചേ ചാവുള്ളൂ. ഇമ്മാതിരി പ്രസ്താവനകൾ കൊണ്ടുവന്ന് നാട്ടിലെ ആൾക്കാരെ തമ്മിലടുപ്പിച്ചാൽ നീയൊക്കെ കിടന്ന് ചത്തുപോടാ, ഉറപ്പാ.